ഈ കോപ്പർ വെച്ചങ്ങാണ്ട് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? പക്ഷെ അത് ഞാൻ കുറേ നേരമായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. അതെന്താ ബെഡ് റോക്ക് എഡിഷനിൽ ഈ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടില്ല? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയർസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതന്നെ ഇന്നലെ പറഞ്ഞത് നമ്മളിന്ന് കൗ ഫാമും ഒരു ചിക്കൻ ഫാമുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൗ ഫാമാണോ ചിക്കൻ ഫാമാണോ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് തീരുമാനിക്കാം. അത് അവിടെ ഒരു കൗ നിൽക്കുന്നുണ്ട്, അതിനെ കൊല്ലണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫെൻസ് ഉണ്ടാക്കിയിട്ട് തന്നെ തുടങ്ങാം. മൈൻക്രാഫ്റ്റിൽ സാഡിലിൻ്റെ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തില്ല, എന്തായാലും ആവശ്യം വരും. നമുക്ക് പറ്റുമെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഒരു കുതിരനെയും കൂടി നോക്കാം. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇതായിട്ട് നമുക്ക് പ്ലാങ്കും കുറച്ചധികം തന്നെ ഇരുന്നിട്ട് എന്തായാലും ഉണ്ടാക്കാം. 6 ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ എന്തായാലും ചെയ്ത പോലെ തന്നെ നമ്മളാ ഏരിയ ഒന്ന് ക്ലിയർ ആക്കണം, എന്നാലേ നമ്മളെ ഫെൻസും ഇതൊക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ ക്ലിയറായി കിടക്കുള്ളൂ. ആ ക്ലീൻ ചെയ്യുന്ന ഭാഗം ഞാൻ ഒന്ന് 2x ഇരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ബോറടിക്കും. അപ്പോൾ ഞാനവിടെ കോപ്പർ ബ്ലോക്ക് എന്തിനാ വെച്ചാൽ അത് സ്പ്രൂസ് മേലെ കുടുങ്ങിയോണ്ടാണ്. എന്തായാലും റിച്ച് ആയിക്കൊണ്ടാണ് ഞാൻ ഫുള്ള് ക്ലീൻ ആക്കിയത്. എന്തായാലേ വേൾഡ് തുടങ്ങിയ 2ാമത്തെ ദിവസം തന്നെ നമ്മൾ കോപ്പർ ബ്ലോക്ക് റിച്ച് ബാക്കിയുള്ള ഏരിയ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്ക് ഞാൻ ഡെറ്റ് ബ്ലോക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ക്രീപ്പർ പൊട്ടിച്ചതാണ്. അപ്പോൾ ആ ഏരിയ ഒക്കെ ജസ്റ്റ് നമ്മൾ ഡെറ്റ് ബ്ലോക്ക് വെച്ചുകൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, പിന്നെ കുറേ ആവശ്യമില്ല കിടക്കുന്ന ഡെറ്റ് ബ്ലോക്ക് ഒന്ന് ഷവൽ വെച്ചുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ ഏരിയ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിപ്പോൾ ഈ ലീവ്സൊക്കെ ഒന്ന് ഡിസ്പോണായി പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി. എന്തായാലും നമുക്ക് ഫെൻസ് വെച്ച് തുടങ്ങാം. ഇതൊരു ടെമ്പററി ഫാമാണോ വെച്ചാൽ ആണ്. ജസ്റ്റ് നമ്മളെ വലിയ ബേസ് ഉണ്ടാക്കുന്ന വരെ സർവൈവ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫെൻസ് ഈ ഒരു ഏരിയക്ക് അനുസരിച്ച് കണ്ട് ഞാനൊരു 2 സെക്ഷൻ ആയിക്കൊണ്ടാണ് ഫെൻസ് ഉണ്ടാക്കുന്നത്. ഒരു ഭാഗം നമുക്ക് കിട്ടുന്ന മോബും മറ്റേ ഭാഗത്ത് വേറെ കിട്ടുന്ന മോബായിട്ട് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഫെൻസ് എന്തായാലും നമ്മളിപ്പോൾ മൊത്തം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് 2ആയിട്ടൊന്ന് വിധിക്കാം. ഇങ്ങനെ വെച്ചാൽ ഇനിയിപ്പോൾ 2 ഭാഗത്ത് 2 മോബ്സായിട്ട് വെക്കാം. ഫാമിൻ്റെ പണി എന്തായാലും കഴിഞ്ഞു. ഇനി നമുക്ക് മോബ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ലീഷ് കയ്യിലെടുത്തുകൊണ്ട് മോബ്സിനെ തപ്പിപ്പോവാം. അതാ ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. ഷീപ്പിനെ നമുക്ക് ആദ്യം എന്തായാലും വൂള് കുറേ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഷീപ്പിനെ തന്നെ നമുക്ക് ആദ്യം കൂട്ടിലിട്ട് പിടിച്ചിടാം. വാ കയറി ഇതൊന്ന് കയറാത്ത വാ കയറി. ഇനി എന്തായാലും നമുക്ക് ലീഷ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ലീഷ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫെൻസ് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്ത് വെക്കാം. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഫെൻസ് ഗേറ്റ് വേണമല്ലോ. അപ്പോൾ നമുക്കൊരു 3 ഫെൻസ് ഗേറ്റ് മതിയാവും. മതി. കയ്യിലിപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ ജസ്റ്റ് തന്നെ തിരിച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ഷീപ്പിനെ കൂടി കിട്ടിയത് കംപ്ലീറ്റ് ആയി. ഇത് അവിടെ തന്നെ ഉണ്ട്. ബ്ലാക്ക് അല്ല, വൈറ്റും ബ്ലാക്കും ഷീപ്പും ചേർന്ന ഗ്രേ ബേബിയാണ് കിട്ടുക ഷീപ്പിൻ്റെ. എന്തായാലും അറിയില്ല, നോക്കാം. ഇനിയിപ്പോൾ ഇതിനും കൂടിയും കൂട്ടിയിടാം നമുക്ക്. വാടാ കയറി പോലെ അതാ മറ്റേതാ പോണ്. ലീഷ് എടുക്ക്. കെട്ടിട്ടു കയറി 2ആളും കയറി. ഇനി ആ ഗേറ്റ് നമുക്ക് നടക്കാം. ഇനി അവരെങ്ങോട്ടും പോവില്ല, പോയിടുക്കല്ല. ഇനി എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റായി. ഇനിയിപ്പോൾ എന്തായാലും പോയി കടന്നുറങ്ങാം. രാവിലെ ആയി. ഇനി ഒട്ടും തന്നെ കാത്തിരിക്കാതെ തന്നെ നമുക്ക് അടുത്ത മൂവിനെ പോയി തരാം. ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് അങ്ങനെ പോയി നോക്കാം. കിട്ടി. ഇവിടെ അതാ കുറച്ച് മൾബറീസ് എന്തായാലും എടുക്കാം, ആവശ്യം വരും ഫുഡിന്. അല്ലെങ്കിൽ നമുക്ക് ഫോക്സിന് എടുക്കാം. അല്ല, ഇതെന്തോന്ന് മുട്ട? ബ്ലൂ എഗ്ഗോ? അതെന്താ? എന്തായാലും നോക്കാം. പിന്നെ മൂക്കിനെ തപ്പി അവസാനം നമ്മളെ മുന്നിലോട്ട് തന്നെ 2 കോഴിക്കളി ചാടി വന്ന് ഒന്നും നോക്കില്ല, 2നെ പിടിച്ചിട്ടു. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഇതിനെ ബേസിലോട്ട് കൊണ്ടുപോകാം. എന്താ വലിച്ചിട്ട് വരാനൊരു മടി? അയ്യോ, അവിടെ കുടുങ്ങിയോ? അല്ല, ഇതൊക്കെ കണ്ടില്ലേ, നമ്മളെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് 2 കോഴികൾ. ഇവരെന്തായാലും കുന്നുമലൊക്കെ കയറ്റിയിട്ടാണ് ഞാൻ കൊണ്ടുപോകണേ. എന്തായാലും മൈൻക്രാഫ്റ്റിൽ എത്ര പണിയെടുപ്പിച്ചും കണ്ട് കോഴിനെ കൊണ്ടുപോയത് വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവസാനത്തെ നമ്മൾ കൂട്ടിൻ്റെ അടുത്തെത്തി. കയറടാ, എന്തത്ര മടി? കയറി വാടാ. കയറി. എന്തായാലും നമുക്ക് ഗേറ്റ് വെച്ച് കണ്ട് അവിടെ അടക്കാം. എന്താ, ഒരു ഗേറ്റ് മതി എന്തായാലും. ഇനി ഇവരെ മേത്തുള്ള ലീഷ് എന്തായാലും നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇവരെപ്പം തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. 2 സീഡും കൊണ്ട് ഞാൻ അതാ വരണം. 2 സീഡ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. നമുക്ക് എന്തായാലും ആ ബ്ലൂ മുട്ട കിട്ടിയാൽ പൊട്ടിച്ച് നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ. ഇല്ലല്ലോ, ഒന്നും കിട്ടിയില്ല. ഇത് കണ്ടോ, ആ ഭാഗത്താണ് എൻ്റെ ബേസ്. ഞാൻ ജസ്റ്റ് മേലെ കയറി വന്നപ്പോൾ കണ്ടോ, ഇവിടെ ഡോങ്കീസിനെ കിട്ടി. ഭാഗ്യത്തിൻ്റെ സാഡിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിനിപ്പം തന്നെ
ടൈം ചെയ്യാം. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചിക്കൻ ഫാം ഉണ്ടാക്കിയപ്പോൾ തന്നെ വൈൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഡോങ്കിനെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സാഡലും കൂടി വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാ ഒന്നിനെ പിടിച്ച് കെട്ടിയിട്ട് ഇതെന്താ സാഡിൽ വെച്ചിട്ട് എന്താ കയറാത്ത? ഒന്നുകൂടി ഇനി വേറെ എന്തെങ്കിലും കയറോ? ഇല്ല, അതെന്താ? ഓ, അത് കയ്യിൽ സാധനങ്ങൾ വെച്ചാൽ കയറൂല. അപ്പം കയറി. ഇനി എന്തായാലും അതിൻ്റെ മേത്തേക്ക് സാഡിലൊക്കെ അയ്യവാ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ആദ്യം കെട്ടിയിട്ട ഡോങ്കിൻ്റെ അടുത്ത് ലീഷ് വാങ്ങിയിട്ട് ഇപ്പം നമ്മൾ മറ്റേ സാഡിൽ വെച്ച ഡോങ്കിനെ നമുക്ക് ജസ്റ്റ് ഇവിടെ കെട്ടിടാം. ഇൻവെൻട്രിയിലുള്ള ലീഷ് ലീഷ് എടുത്ത് അതിനെ കെട്ടിയിട്ട് ഇപ്പം തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.